നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാറളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ നിർവഹിച്ചു. വല്ലച്ചിറ സെന്റ് തോമസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലിഹായുടെ ദുഃഖാന ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത KK ഭാഗ്യനാഥിനെ ചേർപ്പ് യൂണിറ്റ് സ്വീകരണം നൽകി. തൃശൂർ അതിരൂപതയിലെ വിവിധ ദേവാലയങ്ങളിൽ ജൂലൈ 3 അവകാശ ദിനമായി ആചരിച്ചു. വാർത്തകൾ വിശദമായി. പാറളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K പ്രമോദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ, വാർഡ് മെമ്പർമാരായ സിബി സുരേഷ്, ജൂബി മാത്യു, ലിജു PK, മണി KK, അനിത പ്രസന്നൻ, സ്മിനു മുകേഷ്, സുബിത സുഭാഷ്, CDS ചെയർപേഴ്സൺ രജനി ഹരിഹരൻ, കർഷകരെ പ്രതിനിധീകരിച്ച PO സൈമൺ, വാസു KS, ഉണ്ണികൃഷ്ണൻ, കമലാഭായി, രാജൻ CV എന്നിവർ സംസാരിച്ചു. വിരൽ മുറിച്ചാൽ കുത്തിയാൽ പോലും കിളർത്തു വരുന്നതാണ് പണ്ട് പഴമക്കാർ നമുക്ക് പറയാറുള്ളത്. പക്ഷെ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് കാലാവസ്ഥയ്ക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഞാറ്റുവേല ചന്തകളൊക്കെ. നമുക്കറിയാം, നമ്മൾ കാലങ്ങളായിട്ട് തുടർന്ന് വരുന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ എന്ത് നട്ടാലും നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന ഒരു സമയമാണ്. അപ്പം എല്ലാവരും പച്ചക്കറി, ഇപ്പോൾ നമ്മുടെ കർഷകർക്കും അതുപോലെ തന്നെ നമ്മുടെ വാർഡുകൾക്കൊക്കെ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൃഷിഭവൻ വഴി നമുക്ക് പച്ചക്കറി വിത്തുകളും അതുപോലെ തന്നെ പച്ചക്കറി തൈകളൊക്കെ സൗജന്യമായി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇത് ഒരു പദ്ധതി നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുപോകണം. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇടുമ്പോൾ പലവരും അത് കഴിഞ്ഞിട്ടാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. നമ്മൾ ഇത് ഈ നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ വാങ്ങിക്കൊണ്ടുപോയി നമ്മുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കണം. പിന്നെ നമ്മുടെ വാർഡുകളിൽ ചെറിയ ചെറിയ വീടുകളുള്ള ആളുകൾ പരാതി പറയും, ഞങ്ങൾക്ക് സ്ഥലമില്ല, അതുകൊണ്ട് ഒരുപാട് കൃഷി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ പഞ്ചായത്തിൻ്റെ നമ്മുടെ പദ്ധതി വിഹിതം വെച്ചാൽ നമ്മൾ ഗ്രോ ബാഗുകൾ കൊടുക്കാറുണ്ട്. അതൊക്കെ നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ അത് വാങ്ങിക്കൊണ്ടുപോയി നിങ്ങളുടെ ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ സൈഡിലൊക്കെ വെച്ച് നിങ്ങൾക്ക് വീടിൻ്റെ ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കാനൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. വല്ലച്ചിറ സെന്റ് തോമസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലിഹായുടെ ദുഃഖാന ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിനത്തിൽ രാവിലെ 10 തിരുനാൾ കുർബാന ഫാദർ ജെൻസ് തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ സന്ദേശം ഫാദർ ലിൻസൺ തട്ടിൽ നൽകി. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് വിശുദ്ധ കുർബാന, ലതീഞ്ഞ, നൊവേന, കൂടുതുറക്കൽ, പ്രദക്ഷിണം എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത KK ഭാഗ്യനാഥിനെ ചേർപ്പ് യൂണിറ്റ് സ്വീകരണം നൽകി. സാംസ്കാരിക പ്രവർത്തകൻ ജോൺസൺ ചിറമൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി P അരുൺ അധ്യക്ഷത വഹിച്ചു. KP വർഗീസ്, AK കരുണാകരൻ, KK മോഹനൻ, ഷീല പ്രേംരാജ്, KG രതീഷ് എന്നിവർ സംസാരിച്ചു. ഇതിന് ഏറ്റവും യോഗ്യനായിട്ടുള്ള വ്യക്തി നമ്മുടെ ഭാഗ്യേട്ടൻ തന്നെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, മറ്റേത് യോഗത്തിൽ ചെന്നാലും അതിഘോരമായിട്ട് പ്രസംഗിക്കുന്ന
ആളുകളെ നമുക്ക് കാണാം. യാതൊരുവിധ ആത്മാർത്ഥതയും ആ വാക്കുകളിൽ നിന്ന് വെറും അധര വ്യായാമം മാത്രമാണ്, പൊള്ളയ വാക്കുകളാണ് നമ്മോട് പറയുന്നതെന്ന് നമുക്കറിയാം. നമുക്ക് ഒരു 3-4 പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധം എനിക്ക് ഭഗനാഥനായിട്ട് ഉണ്ട്. അദ്ദേഹം പറയുന്നത് മാത്രമേ പ്രവർത്തിക്കൂ, പ്രവർത്തിക്കാൻ കഴിയുന്നത് മാത്രമേ പറയൂ. അല്ലാതെ ഒരു വാക്കും നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ യൂണിറ്റുകളോടും അത് ചെയ്യാൻ പറഞ്ഞു. ഇനി വരുന്ന ആദ്യത്തെ ഹർത്താൽ ഏത് പാർട്ടിയിലാണെന്ന് നമുക്കറിയില്ല. ഇനി വരുന്ന ആദ്യത്തെ ഹർത്താൽ തുറന്നിരിക്കാനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. പിന്നെ അത് വന്നത് ഇടതുപക്ഷ ഹർത്താലാണ്, ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഹർത്താലാണ്. ഇവിടെ താഴെയുറങ്ങിയതിൽ നിന്ന് തന്നെയല്ല, ഇവിടുത്തെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു. പക്ഷെ വളരെ രാഷ്ട്രീയക്കാരെ വളരെ ടാക്ടിക്സോട് കൂടിയിട്ട് അന്ന് നമ്മുടെ ഏറ്റവും വീക്ക് പോയിന്റ് ആയിരുന്ന പുച്ചിരിപ്പാടത്ത് നിന്ന് അവരുടെ പ്രകടനം തുടങ്ങി. അവിടെ നിന്ന് ബലമായി തന്നെ അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിച്ചുകൊണ്ട് താഴെക്കുളങ്ങര വരെ വന്നപ്പോൾ അടച്ച വ്യാപാരികളൊക്കെ ഞാൻ അടക്കില്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്നവരെ എൻ്റെ ചുറ്റും വന്ന് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അത് എന്നും ഞാൻ കരുണയോടെ നന്ദിയോടെ ഓർത്തു പോകാറുണ്ട്. അന്ന് നിങ്ങളുടെ പ്രൊട്ടക്ഷനാണ് എന്നെ കാത്തുരക്ഷിച്ചത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക, സെന്റ് തോമസ് ദിനം പൊതു അവധിയായി പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒല്ലൂർ ഫൊറോന ദേവാലയത്തിൽ നടന്ന ധർണ വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഷിൻഡോ മാറാക്കി, ഫാദർ ആൽബിൻ ചൂണ്ടൽ, ഡിയോനായി മാണക്കുന്നിൽ, കത്തോലിക്ക കോൺഗ്രസ് സംഘടനാ പ്രസിഡന്റ് ഡേവി പടിക്കല, ഫൊറോന കൗൺസിൽ സെക്രട്ടറി EJ ആന്റണി, PRO ജസ്റ്റിൻ റപ്പായി, കുടുംബ കൂട്ടായ്മ കൺവീനർ ഷാജു പടിക്കല, ട്രസ്റ്റി സിജോ ജോൺസൺ, ഫൊറോന സെക്രട്ടറി ഫ്രാൻസിസ് ജോസ് തറയിൽ, വർഗീസ് പള്ളിപ്പുറത്തുകാരൻ, എഡിസൺ പാലിയക്കര, റാണി ആൻഡോ, ജോസ് നെല്ലിക്കര, പോളി മുക്കാട്ടുകാരൻ, ജെയിംസ് മേച്ചേരി, ജെയ്സൺ തയ്യാലക്കൽ എന്നിവർ സംസാരിച്ചു. ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിൽ ന്യൂനപക്ഷ അവകാശ ദിനം പ്രഖ്യാപനവും യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി പതാക ഉയർത്തലും നടത്തി. സെന്റ് മേരീസ് പള്ളി വികാരി സിജോ കാട്ടൂക്കാരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവകാശദിന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള ഭീമഹർജിക്കായി ഒപ്പുശേഖരണവും നടന്നു. കൈക്കാരൻ ജീസൻ തട്ടിൽ, KCYM യൂണിറ്റ് പ്രസിഡന്റ് നിജോബ് തട്ടിൽ, അതിരൂപത പാസ്റ്റർ കൗൺസിൽ പ്രസിഡന്റ് റീന ഷാജു എന്നിവർ നേതൃത്വം നൽകി. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഇടവകയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, ജൂലൈ 3 അവധി ദിനമായി പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണയും മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്ന ഭീമഹർജിയിലേക്ക് ഒപ്പുശേഖരണവും സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തറിയൻ അധ്യക്ഷത വഹിച്ചു. സഹവികാരി ഫാദർ ജോബിഷ് പാണ്ഡ്യ മക്കൽ, കൈക്കാരൻ വില്ലി പട്ടത്താനം, കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ ജോബി CL, ലൂയിസ് താണിക്കൽ, ജേക്കബ് തച്ചിൽ, ജെസി വർഗീസ്, ഷാലി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ഷാജു മാളിയക്കൽ, AP ജോസ്, ജിയോ K മാത്യു, ജോസഫ് CC, ആൽഡ്രിൻ ജോസ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ആൻഡോ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ അതിരൂപത ജൂലൈ 3 അവകാശ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയിൽ അവകാശ ദിന ധർണയും ഒപ്പുശേഖരണവും നടത്തി. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ നടപ്പിലാക്കുക, ജൂലൈ 3 സെന്റ് തോമസ് ദിനം പൊതു അവധിയായി പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവകാശ ദിനം ആചരിച്ചത്. അവകാശ ദിനാചരണ ധർണ വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തെങ്കിൽ ഭീമഹർജിയിൽ ഒപ്പുവെച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. പുത്തൂർ ഫൊറോന പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണുക്കാടൻ പ്രമേയം അവതരിപ്പിച്ചു. കൈക്കാരന്മാരായ ചാണ്ടി ജോർജ്, ക്ലിൻ ബേബി, ജിതിൻ ജോസ്, ബിജോയ് മണ്ണാമ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ പ്രധാന പ്രതികളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി. മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ പ്രധാന പ്രതികളായ മൂർക്കനാട് സ്വദേശി മാൻഡ്രു എന്ന് വിളിക്കുന്ന കറുത്തുപറമ്പിൽ വീട്ടിൽ 26 വയസ്സുള്ള അഭിനന്ദ്, തുറവൻകാട് സ്വദേശി തൈവളപ്പിൽ ടുട്ടു എന്ന 28 വയസ്സുള്ള അഭിഷേക്, വെള്ളാങ്ങല്ലൂർ സ്വദേശി കുന്നത്താൻ വീട്ടിൽ 32 വയസ്സുള്ള മെജോ എന്നിവരുടെ ജാമ്യമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്.
ഇവർ മൂന്നുപേരും ഇരിങ്ങാലക്കുടയിൽ 2018 നടന്ന ചുണ്ണാമ്പ് തെറിച്ചതുമായി തുടർന്നുള്ള തർക്കത്തെ തുടർന്ന് മോന്തച്ചാലിൽ വിജയൻ എന്നയാളെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ്. ഇവർക്ക് ഈ കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ മുരുകേഷ് കടവത്തിനെതിരെ വധഭീഷണി മുഴക്കിയതിനും ഇവർക്കെതിരെ കേസ് നിലവിലുണ്ട്. പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയാണ് മൂർക്കനാട് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് നടക്കുന്നതിനിടെ ആലുംപറമ്പിൽ വെച്ച് നടന്ന സംഘർഷത്തിൽ 2 പേരെ കുത്തിക്കൊലപ്പെടുത്തിയത്. മുൻപ് ഒരു കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച ജാമ്യത്തിലിറങ്ങി വീണ്ടും കൊലപാതകങ്ങൾ നടത്തിയതിനാൽ IPC 303 വകുപ്പ് കൂടി ചുമത്തി വധശിക്ഷ കിട്ടാവുന്ന തരത്തിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മൂർക്കനാട് നടന്ന ഫുട്ബോൾ ടൂർണമെന്റുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് ഇരുവിഭാഗം യുവാക്കൾ തമ്മിലുള്ള കത്തിക്കുത്തിൽ കലാശിച്ചത്. തൃശൂർ അരിമ്പൂർ വെളുത്തൂർ സ്വദേശി 21 വയസ്സുള്ള അക്ഷയ്, ആനന്ദപുരം പൊന്നയത്ത് സ്വദേശി 40 വയസ്സുള്ള സന്തോഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിലാകെ 15 പ്രതികളെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 90 ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേസിലെ പ്രധാന പ്രതികളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി ഉത്തരവിട്ടത്. കേസിൽ ഇനിയും 4ഓളം പേരെ പിടികൂടാനുണ്ട്. ഒല്ലൂർ പനംകുറ്റിച്ചിറക്കുളത്തിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കരയ്ക്ക് കയറ്റിയ മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ആമ്പല്ലൂരിൽ അപകടത്തിൽ പരിക്കേറ്റവരുമായി പോയ ആംബുലൻസ് പിക്കപ്പുമായി കൂട്ടിയിടിച്ച് ഡിവൈഡറിൽ ഇടിച്ചു കയറി. ബുധനാഴ്ച രാവിലെ 10 മണിക്കായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പരിക്കേറ്റവരെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയ പുതുക്കാട് സഹകരണ ബാങ്കിൻ്റെ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. ആംബുലൻസ് ആമ്പലൂർ സിഗ്നൽ കടക്കുന്നതിനിടെ ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന പിക്കപ്പിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഡിവൈഡറിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് ബാരിക്കേഡ് തെറിച്ച് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ പതിച്ചു. വരന്തരപ്പള്ളിയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ ദമ്പതികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആംബുലൻസ്. പരിക്കേറ്റവരെ മറ്റൊരു ആംബുലൻസിൽ തൃശ്ശൂരിലെത്തിച്ചു. വെങ്ങിനിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിലെ മംഗല്യസിദ്ധി പൂജ ജൂലൈ 7 ഞായറാഴ്ച നടക്കും. മംഗല്യവരതയും അഭിഷ്ടവരദായിനിയുമായ ഐക്കുന്ന് പാണ്ഡവഗിരി ദേവിക്ക് മിഥുനമാസത്തിലെ പൂയം നക്ഷത്രത്തിലുള്ള മംഗല്യസിദ്ധി പൂജ, നെടുമംഗല്യ പൂജ, സർവൈശ്വര്യ പൂജ, ഐക്യമത്യ പൂജ, ഭൂമി പൂജ മുതലായ വിശേഷാൽ പൂജകൾ ഞായറാഴ്ച രാവിലെ 9:30 ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹരിനമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9746277702 9447991586 0487227702 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ചൊവ്വൂർ പത്തനാപുരം ബ്രഹ്മസം വീട്ടിൽ ബാലൻ നിര്യാതനായി. 89 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. മക്കൾ സുഭാഷിണി, ഗിരിജ, ശിവദാസൻ. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6635 രൂപ, പവന് 53,080 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാറളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ നിർവഹിച്ചു. വല്ലച്ചിറ സെന്റ് തോമസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലിഹായുടെ ദുഃഖാന ഊട്ടുതിരുന്നാൾ ഭക്തിസാന്ദ്രമായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത KK ഭാഗ്യനാഥിന് ചേർപ്പ് യൂണിറ്റ് സ്വീകരണം നൽകി. തൃശൂർ
അതിരൂപതയിലെ വിവിധ ദേവാലയങ്ങളിൽ ജൂലൈ 3 അവകാശ ദിനമായി ആചരിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.